കൊച്ചി പച്ചാളത്ത് ലൂർദ് ആശുപത്രിക്ക് സമീപം മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റി ഗതാഗതം ഉടൻ പുനഃസ്ഥാപിക്കും. ഗായത്രി ചേരുന്നു. ഗായത്രി, എങ്ങനെയായിരുന്നു സംഭവം? ജിംഷാദ്, എന്തായാലും ഏറെ നേരത്തെ കഠിന പ്രയത്നത്തിന് തുടങ്ങും. ഇന്ന് രാവിലെ 9:45 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. റെയിൽവേ ട്രാക്കിലേക്ക് സൈഡിൽ നിന്ന് മരം മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിലൊരു ഈ ലൈനുകളിൽ നിന്നുമൊക്കെ തീ പിടിക്കുന്ന സാഹചര്യത്തിൽ ചെറിയൊരു അപകട സാധ്യത ഉണ്ടായത്. എന്നാൽ ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ സത്യത്തിൽ ഗായത്രി, ഈ മരം വീണ് ട്രാക്കിൽ കിടന്നത് നാട്ടുകാർ കാണുകയും അവർ അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ദുരന്തം ഒഴിവായത്, അല്ലേ? അതെ, ഈ മരം വീഴുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമീപവാസികളായ 2 പേർ ഈ ഒരു സ്ഥലത്ത് നിപ്പുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ ഈ മരം ചായഞ്ഞു കിടക്കുന്നത് ആദ്യം കണ്ടു, അതിനുശേഷം വീഴുന്നത് കണ്ടു എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. തുടർന്ന് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അപകടം ഒഴിവായി എന്നുള്ളതാണ്. ഈ സമയം 2 ട്രെയിനുകൾ ഈ വഴി കടന്നു പോകേണ്ടതാണ്. ആ ട്രെയിനുകൾ തന്നെയാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നതും. വേണാട് എക്സ്പ്രസ്, മംഗള എക്സ്പ്രസ് തുടങ്ങിയ 2 ട്രെയിനുകളാണ് ആ സമയം ഇതുവഴി കടന്നു പോകേണ്ടത്. ആ ട്രെയിനുകൾ ഇപ്പോഴും ഈ ഭാഗത്തിന്റെ 2 വശങ്ങളിലുമായി പിടിച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ്. 10 മണിക്ക് തുടങ്ങിയ ഈ മരം എങ്ങനെയാണ് വീഴുന്ന സാഹചര്യം ഉണ്ടായത് ഗായത്രി? ആരെങ്കിലും മുറിച്ചിട്ടതാണോ അതോ സ്വാഭാവികമായും ഒടിഞ്ഞു വീണതാണോ? സ്വാഭാവികമായി പൊടിഞ്ഞു വീണതാണ് ജിംഷാദ്. രാവിലെ എറണാകുളം ജില്ലയിൽ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു, നല്ല മഴക്കോൾ ഉണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായി. അതിന്റെ ഭാഗമായി മറിഞ്ഞു വീണത് എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം. മൊത്തത്തിൽ മഴയുടെയും കാറ്റിന്റെയും ഭാഗമായി ഒടിഞ്ഞു വീണത് മാത്രമാണ്. ആദ്യം ഈ മരം ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഉടൻ തന്നെ മരം മറിഞ്ഞു വീഴുകയായിരുന്നു ഈ പാതയിലേക്ക്. തുടർന്ന് നടത്തിയ ജനങ്ങളുടെ ഒരു അടുത്ത സമീപവാസികളുടെ ഒരു കൃത്യമായ ഇടപെടലിലൂടെയാണ് വലിയൊരു അപകടം ഉണ്ടായത്. റെയിൽവേ ട്രാക്ക് മാത്രമല്ല, ഈ വഴി ബസ് കടന്നു പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഈ കൃത്യമായ ഇടപെടലിൽ ഈ മരം മറിഞ്ഞു വീഴുന്നത് ഇലക്ട്രിക് ലൈനിലേക്കാണ്. അവിടെ നിന്ന് തീപ്പൊരി പടരുന്നത് കണ്ടു എന്നാണ് ദൃക്സാക്ഷിയായ ഒരു കുട്ടി പറഞ്ഞത്. ആ കുട്ടി തന്നെയാണ് ഈ ഫയർഫോഴ്സിനെ വിളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നതും. തുടർന്ന് ആ സമയത്ത് സമയോചിതമായി നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമായാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു വലിയൊരു അപകടം നടക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു തീപ്പൊരി അടക്കം പടർന്ന് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നതിൽ നിന്ന് എന്തായാലും രക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ നേരത്തെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ശ്രമഫലമായി എന്തായാലും മരം ട്രാക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ട്രാക്ക് ക്ലിയർ ആക്കുമ്പോൾ ഈ മരം വീണ ട്രാക്കിന് എന്തെങ്കിലും പരിക്കുകളുണ്ടോ? അതായത് മീൻസ് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ നിലവിൽ? പക്ഷേ ഈ ഇലക്ട്രിക് ട്രാക്കിന് കാര്യമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല ജിംഷാദ്. പക്ഷേ ഈ ഇലക്ട്രിക് ലൈനുകൾ തകരുന്ന ഒരു സാഹചര്യമാണ്, ഒരു തീപ്പൊരി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വൈകാതെ ട്രെയിൻ ഓടിത്തുടങ്ങും. ഇപ്പോൾ ട്രാക്കിൽ നിന്ന് ആളുകളെല്ലാം ഒഴിപ്പിക്കുന്ന ജോലിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പിടിച്ചിട്ട രാവിലെ മുതൽ ഇവിടെ 2 വശങ്ങളുമായി കിടക്കുന്ന വേണാട് മംഗള ഗായത്രിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.